Hi guys, this is Swadika and welcome to Swadika Karate Official. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആസ് യു ക്യാൻ സി GC തൃശ്ശൂർ. അപ്പോൾ ഞാൻ പഠിച്ച 4 വർഷം ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച കോളേജാണ് GC തൃശ്ശൂർ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു. സോ ഞാൻ GCയിലോട്ടേക്ക് പോകുന്നത് I remember ഒരു 2021 ഡിസംബർ 4 എന്തോ ആണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. സോ ഞാൻ ഹോസ്റ്റലിൽ എത്തിയ സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് ലേഡീസ് ഹോസ്റ്റൽ അടുത്ത് ഗവൺമെൻറ് LH കിട്ടുന്നത്. അപ്പോൾ LH കിട്ടിയ സമയത്ത് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ദാറ്റ് LH ഭയങ്കര മോശമായിരിക്കും, അതുകൊണ്ട് നമുക്ക് പുറത്ത് പ്രൈവറ്റ് ഹോസ്റ്റൽ എടുക്കുക. ദാറ്റ് ഈസ് വാട്ട് ഐ തോട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചുമ്മാ കാണാൻ വേണ്ടി LH പോയി. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. അപ്പോൾ LH തന്നെ നിൽക്കുക എന്ന് വിചാരിച്ചു. അങ്ങനെ LH നിൽക്കാമെന്ന് വിചാരിച്ച് ഞാനവിടെ ചെന്നു. ഒരു 4 വർഷം ഞാൻ പിന്നെ അവിടെ തന്നെയായിരുന്നു എൻ്റെ മൊത്തം സഹവാസവും. സോ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരി ഞാൻ തന്നെയായിരുന്നു. അവിടെ ബാത്റൂമിൽ പൈപ്പിൽ വെള്ളം വന്നില്ലെങ്കിൽ തൊട്ട് മെസ്സിൽ ഉഴുന്നുവടയ്ക്ക് ഓട്ടയില്ലെങ്കിൽ വരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു ഞാൻ. സോ ഞാൻ പാസ് ഔട്ടായി പോന്നപ്പോൾ ഒബ്വിയസ്ലി അവർക്ക് കുറച്ച് സമാധാനം കിട്ടിക്കാണും. ബട്ട് ഞാൻ ഭയങ്കര പാവമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കോളേജ്. ആൻഡ് നമുക്ക് പഠിക്കുന്നത് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു സെമ്മിൽ നമുക്കൊരു ഇൻറ്റേർണൽ എക്സാം വരും, 2 ഇൻറ്റേർണൽ ടെസ്റ്റുകൾ വരും, പിന്നെ നമുക്കൊരു സെമസ്റ്റർ എക്സാം വരും. അതിനിടയിൽ നമുക്ക് ലാബിൻ്റെയൊക്കെ പ്രാക്ടിക്കൽസ് ഒക്കെ വരുന്ന സമയത്ത് അതിനും ഒരു ഇൻറ്റേർണൽ ഉണ്ടായിരിക്കും, അതിനും ഒരു പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരിക്കും. എക്സ്റ്റേണലൊക്കെ വന്നിട്ട് നമ്മളെ വാല്യുവേറ്റ് ചെയ്യും. ബട്ട് കുഴപ്പമില്ല, നമുക്ക് പഠിക്കാൻ പറ്റുന്നതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഫൈനൽ ഇയർ നമുക്ക് പ്രൊജക്റ്റൊക്കെ വരുന്ന സമയത്താണ് കൂടുതലും പ്രൊജക്റ്റ് വരുന്ന സമയത്താണ് കൂടുതലും നമ്മൾ കഷ്ടപ്പെടുന്നത്. കാരണം ആ സമയത്ത് ഫ്രം ദ സ്ക്രാച്ച് നമ്മളൊരു പ്രൊഡക്റ്റിലേക്ക് സാധനത്തിനെ എത്തിക്കണം. അത് നമുക്ക് റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് ക്വൈറ്റ് ബുദ്ധിമുട്ടാണ്. വി ആർ സ്റ്റഡിങ് എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ എല്ലാവർക്കും കാണുമല്ലോ. പിന്നെ പറയാനാണെങ്കിൽ ഐ സ്റ്റഡീഡ് ഇലക്ട്രിക്കൽ ആകുമ്പോൾ നമുക്ക് മെഷീൻ ലേണിംഗ് പോലത്തെ സബ്ജക്ട്സ് വരും, നമുക്ക് മോട്ടർ, ജനറേറ്ററിങ്. ആൻഡ് കോളേജിലാണ് നമ്മൾ കൂടുതലും ഈ നൈറ്റ് ഔട്ട്സ് നോക്കുന്നൊക്കെ ഉള്ള. കോളേജിൽ പഠിക്കുന്നവർക്ക് അറിയായിരിക്കും, നൈറ്റ് ഔട്ട് മീൻസ് നമ്മളൊന്ന് ഹോസ്റ്റലിൽ കയറില്ല, വിൽ ബി ലൈക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചില്ല ഔട്ട് ചെയ്ത് രാത്രിയൊക്കെ കോളേജിലൊക്കെ ഇരുന്ന് ചായ കുടിക്കാൻ പോയി. ഇറ്റ് ഈസ് റിയലി ഫൺ. അപ്പം ഒരു നൈറ്റ് ഫുള്ള് നമ്മൾ കോളേജിൽ സ്പെൻഡ് ചെയ്യും. എസ്പെഷ്യലി നമ്മളിത് ചെയ്യാറുള്ളത് കോളേജിൽ ഏതെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ലൈക്ക് ഓണം അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് കൂടുതലും നമ്മൾ നൈറ്റ് ഔട്ട്സിനൊക്കെ ഇരിക്കാറുള്ളത്. ആൻഡ് ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങളും ഒരുപാട് നല്ല മെമ്മറീസും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കോളേജ്. സോ പിന്നെ GCയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പച്ചപ്പരവതാനിയാണ്, ഭയങ്കര ഗ്രീനറിയാണ്, മൊത്തത്തിൽ നേച്ചറായിട്ട് ഭയങ്കര അടുത്ത് ഇടപഴകി നിൽക്കുന്ന ഒരു ക്യാമ്പസാണ്. നമുക്ക് എവിടെ പോയാലും കുറേ ട്രീസ്, പച്ചപ്പ്, കുറേ ചെടികൾ, അങ്ങനെ ഒരു അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു കോളേജ്. പിന്നെ എന്താ പറയുക, പിന്നെ എൻ്റെ ട്യൂട്ടേഴ്സ് ആണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര അടിപൊളി നല്ല ഫാക്കൽറ്റീസാണ്. അപ്പം ഞാനൊരിക്കലും ആരെടുത്തും വേറെ ഒരു കോളേജിലും ഈ ഒരു ഗ്യാരണ്ടി കൊടുക്കില്ല. ബട്ട് ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് GC തൃശ്ശൂരിൽ ഒരിക്കലും നിങ്ങളൊരു റാഗിങ് എന്ന് പറയുന്നൊരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യില്ല ഫോർ ഫ്രഷേഴ്സ്. ഐ എം സെയിങ് ദിസ് ബിക്കോസ് ആൻറ്റി റാഗിങ് ആണ് നമ്മുടെ കോളേജ്. ഇറ്റ് ഹാസ് ആൻറ്റി റാഗിങ് സെൽ ആൻഡ് ഓൾ. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അത് ഫീൽ ചെയ്യില്ല. നമുക്ക് ഒരു തരത്തിലും സീനിയേഴ്സിൻ്റെ മഴ പെയ്തു തുടങ്ങി ഇവിടെ. സോ ഐ എം ഹെൽപ്ലെസ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കാതിരിക്കുക. അപ്പോൾ സീനിയേഴ്സ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും നമ്മളായിട്ട്. നമുക്ക് ഒരു തരത്തിലും ഒരു റാഗിങ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകും. ഇഫ് ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഫീൽ ചെയ്താൽ തന്നെ യു ഹാവ് ദോസ് spaces where you can go and tell about this, talk about this. അപ്പോൾ that was really nice. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളെപ്പോഴും വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര കളർഫുൾ ആക്കിയാലാണ് അട്രാക്റ്റ് ചെയ്യപ്പെടുള്ളൂ, ആൾക്കാർ അത് ക്ലിക്ക് ചെയ്ത് കാണുള്ളൂ എന്നൊക്കെ. സോ എൻ്റെ വീട്ടിൽ അൺഫോർച്ചുനേറ്റ്ലി എല്ലായിടവും പെയിൻ്റാണ്. സോ പോയി പെയിൻ്റ് അടിക്കൽ നടക്കാത്തതുകൊണ്ട് ഞാൻ എന്നെ തന്നെ കുറച്ച് വൈബ്രൻ്റ് ആക്കി, യു സീ ദിസ്, കുറച്ച് വൈബ്രൻ്റ് ആക്കിയിട്ട് കൊണ്ടുവന്നതാണ്. ഈ ഷർട്ടിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ നമ്മുടെ കോളേജിൽ ടെക് ഫെസ്റ്റ്, ദ്യുതി എന്ന് പറയുന്നൊരു ടെക് ഫെസ്റ്റ് നടക്കാറുണ്ട്. സോ ആ ടെക് ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഐ ഹാഡ് ഓർഗനൈസ്ഡ്, നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ എല്ലാവരും കൊണ്ടു നടന്നിരുന്നൊരു ഷർട്ടായിരുന്നു ഇത്. ബിക്കോസ് അതിൻ്റെ തീമായിട്ട് ഇത് ഭയങ്കര ജെല്ലായി സിമിലറായിട്ട് നിൽക്കുന്നൊരു സാധനമാണ്. അങ്ങനെ രാവിലെ ഒരു 6 മണിക്ക് അലാം വെച്ച് എണീറ്റതാണ് ഈ ഒരു വീഡിയോ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്.
പക്ഷെ 6 മണിക്ക് തന്നെ എണീച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണം. അപ്പോൾ ഐ തോട്ട് ഉറങ്ങാം, ഇറ്റ്സ് ബെറ്റർ. അപ്പോൾ ഉറങ്ങി. പിന്നെ ഇന്ന് ബന്ധമായതുകൊണ്ട് വണ്ടികളുടെ ശല്യം അധികം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഒരു 8-8:30 ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ജോബിന് കയറുന്നതിന് മുമ്പ് കൂടുതൽ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന പണിയെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മൂവീസ് കാണലായിരുന്നു. ആസ് ഐ സെറ്റ്, ഞാൻ ഭയങ്കര ഒരു മൂവി ബഫാണ്. ഐ യൂസ് ടു സിറ്റ് ആൻഡ് വാച്ച്. ഒരു 6-7 മണിക്കൂറൊക്കെ ഞാൻ ഇരുന്ന് മൂവീസ് ഇരുന്ന് കാണുമായിരുന്നു. ആൻഡ് ഐ ആം എ ഹ്യൂജ് ഫാൻ ഓഫ് ദിസ് ടൈം ട്രാവൽ, ടൈം ലൂപ്പ് മൂവീസ്. അങ്ങനത്തെ ആളുകൾ അധികം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കൂടുതലും നമ്മൾ കേൾക്കാറുള്ളത് റൊമാൻറ്റിക്, ത്രില്ലർ, ഡ്രാമ, കോമഡി, ആക്ഷൻ, ഈ ഒരു ജോണറൊക്കെയാണ് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഐ ആം എ ഹ്യൂജ് ഫാൻ ഓഫ് ദിസ് ടൈം ട്രാവൽ, ടൈം ലൂപ്പ് മൂവീസ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു സീരീസൊക്കെ കാണുന്നവരാണെങ്കിൽ ഡാർക്ക് ഈസ് എ മസ്റ്റ് വാച്ച്. അതൊരു വേറെ ലോകമാണ്, വേറൊരു യൂണിവേഴ്സാണ് ഡാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഫുള്ള് ഇരുന്ന് കണ്ടപ്പോൾ ഒരു 3 സീസണല്ലേ ഐ റിമെമ്പർ. സോ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഈ ഒരു ടൈം ട്രാവൽ ഒരു പരിപാടി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കുത്തിപ്പിടിച്ച് എന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഓൾമോസ്റ്റ് എല്ലാ ടൈം ട്രാവൽ മൂവീസും ടൈം ലൂപ്പ് മൂവീസും ഞാനിന്ന് കണ്ടിട്ടുണ്ട്. ഐ ഡോണ്ട് നോ, ലൈക്ക് ഹാപ്പി ഡെത്ത് ഡേ 1 and 2 അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നിയത് ഇത് കാണാനായിട്ട്. ബിക്കോസ് ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ സെയിം ഡേയ്സ് റിപ്പീറ്റിംഗ്. സോ ബാക്കി എല്ലാവർക്കും അതൊരു ന്യൂ ഡേ ആണ്. നമുക്കത് അപ്പോഴും എന്താണ്, ഫോർ അസ് ഇറ്റ് ഈസ് സ്റ്റിൽ ദ സെയിം പ്രീവിയസ് ഡേ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഒരു പ്രശ്നമായി വരും. ബട്ട് ബിക്കോസ് വി ആർ ലിവിങ് ദ സെയിം ഡേ ഓവർ ആൻഡ് ഓവർ അഗെയിൻ, വി ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് ഹോപ്പ്, അല്ലെങ്കിൽ പുതിയതായിട്ട് നമുക്കൊരു എക്സ്പെക്റ്റേഷൻസ് ഇല്ല, നമുക്കൊരു അൺസർട്ടനിറ്റി ഇല്ല. വി നോ ദാറ്റ് എന്തെങ്കിലും പറ്റിയാലും വി ക്യാൻ മേക്ക് ഇറ്റ് ഇൻ നെക്സ്റ്റ് ഡേ. ഇറ്റ് ഈസ് ഇൻ ദ ലൂപ്പ്, ഇറ്റ് വിൽ കം അഗെയിൻ. നല്ല പ്ലേസ്മെൻറ്റ്സ് ഒക്കെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നോക്കി, നല്ല പാക്കേജിൽ വരുന്ന അങ്ങനത്തെ കോളേജസ് നമ്മൾ സെലക്ട് ചെയ്ത് നല്ല ഒരു കോഴ്സും കൂടെ സെലക്ട് ചെയ്ത്, അത് ഞാൻ ഇന്ന കോഴ്സ് എടുക്കണം എന്ന് പറയില്ല. ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്കില്ലും നിങ്ങൾക്ക് അതിലൊരു എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ യു വിൽ ഈസിലി ഗെറ്റ് എ ജോബ് ഓൺ ദാറ്റ്. എഞ്ചിനീയറിംഗ് അത്ര മോശം ഡിഗ്രി അല്ല. എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാനും അത് പാസ്സാവാനും ഒരു കഷ്ടപ്പാടുണ്ട്. അത് വേറെ കാര്യം. സപ്ലി ഇല്ലാതെ നമ്മൾ എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആവുന്ന ഒരു വലിയ അച്ചീവ്മെൻറ്റാണ്. ആൻഡ് ഒരു എഞ്ചിനീയറിംഗ് ഏത് ജോലിക്കും പോകാൻ പറ്റും. അത് നമ്മൾ അത്രയും ഒരു സ്കിൽഡാണ് ആ ഒരു കാര്യത്തിൽ. നമ്മളൊരു കോഴിക്കോട് അങ്ങാടി പോയി ചരലെടുത്തെറിഞ്ഞ് കഴിഞ്ഞാൽ തലയിൽ വീഴുന്നൊരു എഞ്ചിനീയറിൻ്റെ തലയിലേക്ക്. അപ്പോൾ ആരും അങ്ങനത്തെ കാര്യമൊന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആരും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എഞ്ചിനീയറിംഗ് നമുക്ക് ഭയങ്കര ചില്ലായി പഠിക്കാനുള്ള കാര്യം തന്നെ ഉള്ളൂ. പക്ഷേ ഈ സപ്ലി ഇല്ലാതെ നമ്മൾ പാസ് ഔട്ട് ആവുക എന്നുള്ളതിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. എൻ്റെ കോളേജിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് വന്നിട്ടുള്ളവർക്കൊക്കെ നല്ല പാക്കേജിൽ പ്ലേസ്ഡ് ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. സോ അത് നമ്മൾ പിന്നെ നമ്മുടെ ഡിഗ്രീനെയും കോഴ്സിനെയും കോളേജിനെയും ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് അപ് ടു അസ്. ഓക്കെ, ദിസ് വാസ് മൈ കോണ്ടൻറ്റ് ആക്ച്വലി. പിന്നെ എന്തെയോ കോച്ച് എനിക്കിവിടെ ഫ്രണ്ടിൽ കേട്ടോ. അത് ഞാൻ മനഃപൂർവ്വം ഇടാഞ്ഞതാണ്. ഇതിങ്ങനെയല്ല, കുറച്ചുകൂടെ. ഒരു ദുരന്തവും ജീവിതത്തിന്റെ അവസാനമാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും പിന്നെ ജീവിതമേ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇത് ഞാനേ കോളേജ് പഠിക്കുമ്പോൾ ഈ സാധനം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞാൻ ഇട്ട സമയത്ത് ഇതിട്ട് ഞാൻ കോളേജിൽ പോയപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ പോയ സമയത്ത് അവിടെയുള്ള എല്ലാവരും വെച്ച് മമിത 144p, മമിതേനെ കണ്ട് കോപ്പി അടിച്ചു, പ്രേമലു കോപ്പി അങ്ങനെ ഒരു സാധനം വന്നിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഇത് സൈഡിലോട്ടേക്ക് ആക്കി. ആക്ച്വലി ഐ ഡിഡ്ന്റ് കോപ്പി ഇറ്റ് ലൈക്ക് ദാറ്റ്. പ്രേമലു ഇറങ്ങിയപ്പോൾ എത്ര വർഷം ഞാൻ പറഞ്ഞു, ഞാൻ മൂവീസ് കുത്തിപ്പിടിച്ചിരുന്ന് കാണുന്ന രസമുള്ളതുകൊണ്ട് തന്നെ വെൻ ഐ വാച്ച് എ ലോട്ട് ഓഫ് ഇംഗ്ലീഷ് മൂവീസ്, അതിൽ കൂടുതലും ആക്ടേഴ്സ് എല്ലാവരും ഇങ്ങനെയാണ് വെട്ടിയിട്ടിട്ടുണ്ടാവും. ദി ഓൾ ഹാവ് ദിസ് ബാക്സ് ആൻഡ് ഫ്രിഞ്ചസ്. അപ്പോൾ അത് കണ്ടിട്ട് ഐ തിങ്ക് എബൌട്ട് ടൈം കണ്ട സമയത്ത് അതിലെ ആക്ട്രസിൻ്റെ ഒരു ഫ്രിഞ്ച് കണ്ട് ഞാൻ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ ആദ്യം ഞാൻ വെട്ടിയപ്പോൾ മറ്റേ ലക്ഷ്മിക്കുട്ടീനെ പോലെ ആയെങ്കിലും പിന്നെ ഞാൻ പാർലറിലൊക്കെ പോയി ചേച്ചിനെ പറഞ്ഞപ്പോൾ അന്ന് ഞാൻ സെറ്റായി. Okay, I'll come with something different for next day. So please do like, share and subscribe my YouTube channel. Thank you. Bye.